അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. ഡിഡി, അത്ര വലിയ വാക്കൊന്നും വേണ്ട. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങും. എന്തായാലും നമ്മളിവിടെ വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടൊക്കെ പോവാന്നേ. എന്നാ മോളെ ആരോമേ, നീങ്ങി വാടി, നമുക്ക് അടുക്കളയിൽ പോയിട്ട് നല്ല മൂസമ്പി ജ്യൂസ് ഉണ്ടാക്കിയിട്ട് വരാം. നീ വാ മോള്. എടീ, നീ ആ പഞ്ചസാര ഒന്ന് എടുത്തേ. ഇന്നാടി പഞ്ചസാര. നിന്നോട് ഞാൻ എന്നാ ചോദിച്ചത്? ദാ നീ ചോദിച്ച കാര്യമല്ലേ എന്റെ കയ്യിലിരിക്കണേ. ഏത് കടയിലാടി മൂസമ്പി ജ്യൂസ് ഉപ്പ് കലക്കി തരാ? അയ്യോ സോറിടി, ഞാൻ ശ്രദ്ധിച്ചില്ലടി. എന്നാ പഞ്ചസാര എടുത്തോ. എടി, ഒരു ഹെൽപ്പ് ചെയ്തേ, നീ പോയിട്ട് ആ ഉപ്പ് ഒന്ന് എടുത്തിട്ട് വരുമോ? ഈ കറിക്ക് കുറച്ച് ഉപ്പ് കുറവാ, അതുകൊണ്ടാ. ഇന്നാടി. മോളെ, ഇതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അയ്യോ, ഷുഗറും ടീയും. അല്ലടി, കാർഡമോം പെപ്പറും. ഈ ഷുഗറും ടീ എന്തിനാ കൊണ്ടുവന്നിരിക്കണേ? ചോറിന്റെ കൂടെ കൂട്ടി വെച്ച് തിന്നാനാ? ഇങ്ങനെ ദേഷ്യപ്പെടാതെ നന്ദേ, ഒരു തെറ്റെല്ലാവർക്കും പറ്റൂലേ? എന്റെ ദൈവമേ. അല്ല, അതൊക്കെ എവിടെ നിൽക്കട്ടെ, ചാരു ഒക്കെ എവിടെ? അത് പറഞ്ഞപ്പോഴാ ചാരു എന്നവളുടെ വീട്ടിലേക്ക് പോയിരിക്കാം. ഇനി അവളെ എങ്ങോട്ടൊന്നും കാണില്ല കുറെ നാളത്തേക്ക്. അപ്പോൾ ബോയ്സ് ഒരു വശത്തേക്കും ഗേൾസ് ഒരു വശത്തേക്കും അന്വേഷണം തിരിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. എന്നാ നമ്മളൊരു ഭാഗത്തേക്കും നിങ്ങളൊരു ഭാഗത്തേക്കും പൊക്കോ, അതായിരിക്കും നല്ലത്. എല്ലാരും ആവശ്യത്തിലധികം ലീവൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇത് കുറെ ദിവസം എടുക്കുന്ന പണിയാണേ, അതുകൊണ്ട് പറഞ്ഞതാ. അതൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറ, നിനക്ക് ഉറപ്പാണോ ഇതേ പ്ലേസിലാണോ നിങ്ങൾ കയറിയ കട? ദേ, ആ കാണുന്നതാ കട. അവിടുത്തെ ചേട്ടനോടൊന്ന് ചോദിക്കാം, വായോ. ചേട്ടാ, ഞങ്ങളിവിടെ 2-3 മാസം മുമ്പ് വന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ പറയണ ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ നിൽക്കുമോ മോളെ? ഞാൻ വല്ല തലപ്പത്ത് നിന്നേനെ. ഇവിടെ CCTV ഉണ്ടോ അങ്കിൾ? ഉണ്ടല്ലോ മോളെ, എന്തിനാ? ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി അങ്കിൾ, ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടിട്ടാ, പ്ലീസ്. പക്ഷേ മക്കളെ, ഒരു പ്രശ്നമുണ്ട്. CCTV ഇവിടെ ഉണ്ട്, പക്ഷെ എൻ്റെ കടയിലല്ല, ആ തമിഴത്തിയുടെ വീട്ടിലാ. അവിടെ ചോദിക്കേണ്ടി വരും. എന്നാ അവിടെ ചോദിച്ചിട്ടൊന്ന് എടുത്തു തരുമോ അങ്കിൾ? ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി ചോദിക്കാം. പോകുന്നതൊക്കെ കൊള്ളാം, സൂക്ഷിച്ചൊക്കെ പൊക്കോ. ആ തമിഴത്തി അത്ര ശരിയല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്കിൾ, ഈ ജിജ്ഞാസ കൂടിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ, നീ ചോദിക്ക്. അങ്കിളിന്റെ പേര് സുഗുണൻ എന്നാണോ? അല്ലല്ലോ മോളെ, എൻ്റെ പേര് സുഗുണൻ എന്നാ. അങ്കിൾ, അപ്പൊ ഈ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താ? കാശ് കൊടുക്കാതിരിക്കാൻ ഞാൻ തന്നെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പണിയിപ്പിച്ച സാധനമാണ് ആ ബോർഡ്. നിങ്ങൾക്കൊന്നും കണ്ണ് കാണാൻ വയ്യ. ഇതിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അതിൽ എഴുതി വെച്ചിരിക്കുന്നത് സുഗുണന്റെ കട എന്നാണ്. അയ്യോ അങ്കിൾ, ആ ലോജിക്ക് ശരിയല്ലല്ലോ. അതെങ്ങനെയാ കാശ് കൊടുക്കാതിരിക്കാൻ അങ്കിൾ പണിയിപ്പിക്കുന്നത്? പണിക്കിപ്പോ കാശ് കൊടുക്കണ്ടേ? അത് നീ ചോദിക്കൂന്ന് എനിക്ക് അറിയായിരുന്നു മോളെ. അത് പണിയിപ്പിച്ചത് ഞാൻ തന്നെയാ, പണിതതും ഞാൻ തന്നെയാ. അങ്കിൾക്ക് വായിക്കാനും എഴുതാനൊന്നും അറിയില്ലേ, അതുപോലെ കണ്ണും കാണില്ലേ? ദേ, ഞാൻ നന്നായിട്ട് പഠിച്ചതാ. എനിക്ക് കണ്ണും കാണാം, വായിക്കുകയും ചെയ്യാം, എഴുതുകയും ചെയ്യാം. അതുകൊണ്ടല്ലേ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോർഡ് ഞാൻ വെച്ചിരിക്കണേ, അല്ലേ മോളെ? അത് തന്നെ അങ്കിൾ. വന്നല്ലോ ആള്. അല്ല, അമ്മായിയും നീനും ഒന്നും വന്നില്ല? ഇല്ല. നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്താണോ? എന്നാ വാ, നമുക്ക് ആ സമയത്ത് പോയി കണ്ടിട്ട് CCTV വാങ്ങിച്ചിട്ട് പോവാം. എന്നാ വേണോ ഉനക്ക്? കെട്ടി കിടക്ക്. അതല്ലേ സാധനം. എന്റെ പൊന്നാരമേ, വായൊന്നും അടച്ചു വെക്കാമോ കുറച്ചു നേരം? നീങ്ക ഇങ്ക എന്നതുക്ക് വന്നിരിക്ക. Can you please lend us the footages of the CCTV? ഇതാ വഴി. ആണോ? എതുക്ക്? What? What did you say?
ആരോമേ വഴി ഇതാണ്, പക്ഷെ എന്തിനാണെന്നാണ് അവര് ചോദിക്കണത്. നീ വേറൊന്നും വിചാരിച്ച് കൂട്ടലടി. ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ കേസ് മാം, പ്ലീസ് ക്യാൻ യു ജസ്റ്റ് lend us that footage.